വളരെ വൈകിയാണ് ലിസ്യുവിലെ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ചെറിയ തോതിൽ മഴയും നല്ല തണുപ്പും. ദേവാലയം അടയ്ക്കുന്നതിന് മുമ്പ് ഉള്ളിൽ പ്രവേശിക്കുവാൻ ടൂർ മാനേജർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതിഗംഭീരമായ ഒരു ദേവാലയം. ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ലിസ്യു. 1925 തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവിടുത്തെ ബിഷപ്പ് തോമസ് പോൾ ഹെൻറി ലെമോണിയൻ തെരേസ ജീവിച്ചു മരിച്ച പട്ടണത്തിൽ തന്നെ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. 1929 നിർമ്മാണം ആരംഭിച്ച് 1957 പൂർത്തീകരിച്ചു. നഗരത്തിലെ ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. തെരേസയോടുള്ള ഭക്തിയിൽ ആകൃഷ്ടരായ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതിൻ്റെ നിർമ്മാണത്തിൽ സഹായിക്കുകയുണ്ടായി. റോമൻ ബൈസന്റൈൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല വാസ്തുശില്പ ചാതുര്യം ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് കാണാം. ഉള്ളിൽ ഈ ദേവാലയത്തിൻ്റെ വശങ്ങളിലായി 18ഓളം അൾത്താരകൾ വേറെയുമുണ്ട്. വൈകുന്നേരം ദേവാലയം അടയ്ക്കാനുള്ള സമയമായതുകൊണ്ട് തീർത്ഥാടകരായി അധികം ആളുകളെ കാണാൻ കഴിഞ്ഞില്ല. ദേവാലയത്തിനുള്ളിൽ പ്രധാന ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഇടങ്ങളിൽ വെളിച്ചം വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇവിടെയാണ് വിശുദ്ധയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെ ദേവാലയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ മെഴുകുതിരികൾ കത്തിക്കാറില്ല. പകരം നിശ്ചിത തുക പെട്ടിയിൽ നിക്ഷേപിച്ച് അതിൻ പ്രകാരമുള്ള ബാറ്ററിയിൽ കത്തുന്ന തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് പതിവ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഇതുപോലെയുള്ള ദേവാലയങ്ങളിൽ തിരികൾ കത്തിച്ചാൽ പുക കൊണ്ട് ദേവാലയം വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെ മിക്ക ദേവാലയങ്ങളിലും ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പ്രധാന അൾത്താര ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്നു. അൾത്താരയുടെ മുകളിലെ മകുടങ്ങളിലും വശങ്ങളിലെ തൂണുകളിലും ബൈബിളിലെ ചില ഭാഗങ്ങൾ മൊസൈക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മുകളിലെ താഴികക്കുടവും എടുത്തു പറയേണ്ടത് തന്നെ. ഈ ദേവാലയത്തിൻ്റെ അടിയിലാണ് തെരേസയുടെ മാതാപിതാക്കളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ലൂയി മാർട്ടിൻ്റെയും അമ്മ സെലിഗോണിൻ്റെയും തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രൗഢിക്ക് ഒട്ടും കുറവില്ലാതെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അവരുടെ ആവശ്യങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ എഴുതിയിടുന്നു. പിന്നീട് പോയത് ഇവിടെ പ്രവർത്തിക്കുന്ന സുവനീർ ഷോപ്പിലേക്കാണ്. ഭൂമിക്കടിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ, മനോഹരങ്ങളായ ശില്പങ്ങൾ, ജപമാലകൾ. ചിലരൊക്കെ അവ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായ മഴയും തണുപ്പും മിക്കവരെയും അലോലസപ്പെടുത്തിയെന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം ഒരു നനഞ്ഞ പ്രഭാതം തന്നെയായിരുന്നു. ഹോട്ടലിൽ നിന്ന് അല്പം നടന്ന് തെരേസയുടെ മഠത്തിലാണ് കുർബാന അർപ്പിച്ചത്.
ഇതാണ് മഠത്തിലേക്കുള്ള പ്രവേശന കവാടം. ഞങ്ങളെക്കൂടാതെ പലരും ഞങ്ങളർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലെ മന്ദിരങ്ങളുടെ നിർമ്മാണമെല്ലാം എന്തോ ഒരു പ്രത്യേക ശില്പഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ് 1877 അമ്മ അലൻസോണയുടെ മരണത്തിനു ശേഷം ഇവിടെയാണ് ലൂയി മാർട്ടിനും കുടുംബവും താമസിച്ചിരുന്നത്. ലിസ്യു നഗരത്തിന് അല്പം അകലെയാണ് ഈ വീട്. 4-ാം വയസ്സ് മുതൽ 15-ാം വയസ്സുവരെ മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ തെരേസ ഇവിടെയാണ് ജീവിച്ചത്. 1911 മുതൽ ഈ വീട് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ഒരു പഴയ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ആ ഒരു വിചാരം മനസ്സിൽ ഉണ്ടാവണമെന്ന് സന്ദർശകരോട് ഇവിടുത്തെ കസ്റ്റോഡിയനായ സിസ്റ്റർ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർ വിശുദ്ധ പദവിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. കളിച്ചും ചിരിച്ചും നടന്ന ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവർ ഭക്തിപൂർവം ഓരോ ഭാഗങ്ങളിലൂടെയും നടന്നാണ് കാഴ്ചകൾ കണ്ടത്. ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം അത്ര പൗത്രീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഈ ശാന്തത ഇവിടുത്തെ സന്ദർശകരിലും ഒരു ആത്മീയ അനുഭൂതി ഉളവാക്കുന്നു. തെരേസായുടെ ജീവിത രീതികളിൽ അവളൊരു പുണ്യവതിയായി തീരുമെന്ന് അപ്പനും സഹോദരങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ, ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ അണിഞ്ഞ ഉടുപ്പുകൾ, തലയിൽ ചൂടിയ കിരീടം എല്ലാം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന് തന്നെ പറയാം.